ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഇത് നമ്മുടെ പ്രഡിക്ഷൻ വീഡിയോസിലെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണ്. ആദ്യത്തെ പ്രഡിക്ഷൻ വീഡിയോസിൽ നമ്മൾ ജേർണൽ എൻട്രീസ്, GST ഉണ്ട്, റെക്ടിഫൈങ് എൻട്രി, അങ്ങനെയുള്ള എൻട്രീസ് എല്ലാം ചെയ്തിരുന്നു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ഏതായിരുന്നു? രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പ്രഡിക്ഷൻ 2 ചെയ്തത് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ, ട്രയൽ ബാലൻസ്, അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ് ചെയ്തത്. മൂന്നാമത്തെ പ്രഡിക്ഷൻ വീഡിയോ ക്യാഷ് ബുക്കിൻ്റെതാണ്. അത് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പ്രഡിക്ഷൻ 3 എന്ന് പറഞ്ഞിട്ട്. നാലാമത്തെ പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് ഞാനത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന തിയറി ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ തിയറി ക്വസ്റ്റ്യനും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തെ പ്രഡിക്ഷൻ വീഡിയോ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിത്ത് ബാലൻസ് ഷീറ്റ് ആണ്, അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ളത്. അത് 2 days മുന്നേ ചെയ്തതായിരുന്നു. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത് ഈ ഒരു വീഡിയോ പോലും നിങ്ങളുടെ മിസ്സായി പോകാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് എടുത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാലാണ് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ പറയുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ദെൻ ആറാമത്തെ പ്രഡിക്ഷൻ വീഡിയോ മെഷീനറി അക്കൗണ്ട് ആയിരുന്നു, അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഏഴാമത്തെ പ്രഡിക്ഷൻ വീഡിയോയിലോട് കൂടിയിട്ട് നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ തീരാണ്. സോ അക്കൗണ്ടൻസി 60-60 അല്ലെങ്കിൽ 80-80, ചിലർക്ക് 60-ലാണ്, ചിലർക്ക് 80-ലാണ്. AFS കമ്പ്യൂട്ടറൈസ്ഡും അത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. അപ്പം നിങ്ങൾക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മളിതാ ഈ ഒരു വീഡിയോയിലും കൂടി ചേർത്തിട്ട് തന്നിട്ടുണ്ട്. ഇനി എല്ലാവരും ഇരുന്ന് പഠിക്കുക, വീഡിയോ കാണുക, എക്സ്ട്രാ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, സോ എനർജി ലെവൽ ഡൗൺ ആയി തുടങ്ങിയ ഉച്ചയ്ക്ക് ഒരു 1:50 ആയിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ സമയം. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ലെവൽ എത്രയാണെന്ന് താഴെ കമൻറ്റ് ചെയ്തേ. എത്ര പേര് ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടെന്ന് അറിയാലോ. ഓക്കെ, സോ ഈ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം, പർച്ചേസ് ബുക്കിൻ്റെ ഒരു പ്രോബ്ലം, ദെൻ പിന്നെ നമ്മളിതിൽ പെറ്റി ക്യാഷ് ബുക്കുമാണ് പഠിക്കുന്നത്. അപ്പോൾ പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം പർച്ചേസ് ബുക്ക് പഠിച്ചവരാൾക്ക് സെയിൽസ് ബുക്ക് എഴുതാൻ പറ്റും, കാരണം ഹെഡിങ് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. സോ നമുക്ക് ആദ്യം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് എല്ലാവർക്കും ഉള്ളത്, അത്ര കൺഫ്യൂസ് ആകാനുള്ളതില്ല. നോക്കാം. അപ്പം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇത് നമ്മുടെ ക്യാഷ് ബുക്ക് ആണെന്ന് കരുതാം. ഓക്കെ, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ട്രേഡർ അല്ലേ, അല്ലെങ്കിൽ ബിസിനസ്മാൻ ആണ്. ഇത് നമ്മുടെ പാസ്ബുക്ക് ആണെന്ന് വിചാരിക്കുക. അത് നമ്മുടെ അക്കൗണ്ടിലെ കാര്യങ്ങളൊക്കെ പാസ്ബുക്കിലാണല്ലോ വരുന്നത്. സോ ഇത് നമ്മുടെ പാസ്ബുക്ക് ആണെന്ന് വിചാരിക്കുക. പാസ്ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആരാ? ബാങ്കാണ് പാസ്ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ബാങ്കിൻ്റെ മാത്രം ഡിസ്ക്രിപ്ഷനാണ്. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസ്മാൻ ആയതുകൊണ്ട് കംപ്ലീറ്റ് കാര്യം നമുക്ക് എഡിറ്റ് ചെയ്യാനും മാറ്റാനും തിരുത്താനും ഒക്കെ സാധിക്കും. അത്രയും ക്ലിയർ ആണല്ലോ. സോ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസസ് പെർ ക്യാഷ് ബുക്ക് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ക്യാഷ് ബുക്ക് പഠിച്ചാൽ ക്യാഷ് ബുക്കിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പാസ്ബുക്ക് ചെയ്താൽ മതി. അതായത് ബാലൻസസ് പെർ പാസ്ബുക്ക് ആണെങ്കിൽ ഈ പ്രോബ്ലത്തിൽ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞോ അതൊക്കെ അവിടെ ലെസ് ചെയ്യുക, ഇവിടെ എന്തൊക്കെ ലെസ് ചെയ്യുന്നോ അതൊക്കെ ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നോക്കാം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുത്തു അപ്പം തന്നെ നമ്മൾ 5400 രൂപയുടെ ചെക്കാണ് കൊടുത്തേ. നമ്മൾ വേഗം നമ്മുടെ ക്യാഷ് ബുക്കിൽ 5400 രൂപ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കും. പക്ഷേ ആ ചെക്ക് കിട്ടിയ ആള് അത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയാലല്ലേ നമ്മുടെ പാസ്ബുക്കിൽ നിന്ന് കുറയുള്ളൂ. സോ നമ്മുടെ പാസ്ബുക്കിൽ നിന്ന് അത് കുറഞ്ഞിട്ടില്ല. കാരണം എന്താ? ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. അയാളത് പേയ്മെൻറ്റിന് കാണിച്ചിട്ടില്ല. നമ്മളാണ് ക്യാഷ് ബുക്കിൽ ആദ്യമേ തന്നെ കുറച്ച് വെച്ചു. അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതിനെ ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ആഡ് വന്നത്. ഇനി ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. നമ്മൾ ചെക്ക് ബാങ്കിൽ കൊടുത്തു, നമ്മുടെ അക്കൗണ്ടിലേക്ക് 6000 രൂപ ഇട്ട് തന്നേക്കും എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ കൊടുത്തു. നമുക്കൊരു ചെക്ക് കിട്ടിയപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ചെക്ക് റിസീവ്ഡ്, ചെക്ക് ഡെപ്പോസിറ്റ് ഒക്കെ സെയിം തന്നെ. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്യാഷ് ബുക്കിൽ 6000 രൂപ കിട്ടി അല്ലേ, 6000 രൂപ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് ബുക്കിൽ എഴുതി വെക്കും. പക്ഷേ അത് ബാങ്ക് കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടില്ല, നമ്മുടെ അക്കൗണ്ടിൽ ആ പണം വന്നിട്ടില്ല. നമ്മൾ നേരത്തെ തന്നെ ചെക്ക് കിട്ടിയപ്പോൾ തന്നെ ബുക്കിൽ എഴുതി വെക്കുകയും ചെയ്തു. അപ്പം നമ്മൾ അറിയാതെ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരാത്തത് കൊണ്ട് നമ്മൾ അതിനെ ലെസ് ചെയ്യണം. ഇനി ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ ഒരു എത്ര രൂപയാണ്? 450 രൂപ കുറച്ചിട്ടുണ്ട്. 450 രൂപ കുറച്ചു. അപ്പോൾ എന്താണ്? നമ്മളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മളിപ്പോഴറിയുന്നത്. ഇപ്പം അറിയുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കുറയ്ക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ലെസ് ചെയ്യണം. ഇനി ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ കസ്റ്റമർ നേരിട്ട് അക്കൗണ്ടിലേക്ക് 1000 രൂപ ഇട്ടേക്കാണ്. നമ്മളത് അറിഞ്ഞിട്ടുണ്ടായില്ല, ഇപ്പോഴറിയുന്നത്. ഇപ്പം അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ എഴുതി വയ്ക്കും. സോ ആ 1000 രൂപ ആഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണെങ്കിൽ എപ്പോഴാണെങ്കിലും കേട്ടോ, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണെങ്കിൽ
ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡും ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ ദ കസ്റ്റമറും ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് എക്സെട്രാ പെയ്ഡ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് ക്രെഡിറ്റഡ് ടു ദ അക്കൗണ്ട് ബൈ ബാങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യും. അതേപോലെ തന്നെ ചെക്ക് ഡെപ്പോസിറ്റഡ്, ചെക്ക് റിസീവ്ഡ്, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്, ബിൽസ് ഡിസോണർ ആയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലെസ് ചെയ്യും ബാലൻസസ് പെർ ക്യാഷ് ബുക്കിൽ. ബാലൻസസ് പാസ്ബുക്ക് ആണെങ്കിലോ നേരെ തലതിരിക്കുക, ഇവിടെ ആഡ് ചെയ്തൊക്കെ അവിടെ ലെസ് ചെയ്യും, ഇവിടെ ലെസ് ചെയ്തൊക്കെ അവിടെ ആഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. സോ ഇത് നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. അപ്പോൾ ആദ്യം തന്നെ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഞാൻ സിമ്പിളാക്കി എഴുതുന്നുള്ള ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 9600. ഇനി ഇതിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ഞാൻ സിമ്പിളാക്കി എഴുതുന്നുള്ള സമയം കളയാതിരിക്കാനാണ് 5400. നിങ്ങളുടെയും എൻ്റെയും സമയം ഒരേപോലെ വിലപ്പെട്ടതാണ്, നിങ്ങൾ ഒരു മിനിറ്റ് പോലും പോകാൻ പാടില്ല. ഓക്കെ, ദെൻ ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ ദ കസ്റ്റമർ. സോ ഡയറക്റ്റ് പേയ്മെൻറ്റ് 1000. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ആഡ് ചെയ്യാം. പല രീതിയിലുണ്ട്, 2-3 ഫോർമാറ്റ്സ് ഉണ്ട്. ഏത് ഫോർമാറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഒരു കുഴപ്പമില്ല. അവസാനത്തെ ഇത് ശരിയായാൽ മതി. ഓക്കെ, അപ്പോൾ 16000 നമ്മൾ ഇവിടേക്ക് എഴുതി. ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്തു. ഇനി ലെസ് ചെയ്യാനുള്ളതൊക്കെ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അപ്പോൾ ലെസ് ചെയ്യാനുള്ള എന്തൊക്കെയാണ്? ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് കളക്റ്റഡ്. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് 6000 രൂപ, അത് കുറയ്ക്കാനുണ്ട്. പിന്നെ വേറെ എന്താ കുറയ്ക്കാനുള്ളത്? ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് 450. ഓക്കെ, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് 450 കുറയ്ക്കണം. അതും കൂടി ഇതിൽ നിന്ന് കുറയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ എത്ര കിട്ടും? 16000 ആണ്. 16000-ൽ നിന്ന് 6000-ഉം അതേപോലെ തന്നെ 450-ഉം കുറയ്ക്കണം. സോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 9550 കിട്ടും. ഇതാണ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. കേട്ടോ, ക്യാഷ് ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്കിലേക്കാണ് നമ്മൾ എത്തുന്നത്. സിമ്പിളായിട്ട് ബാങ്ക് റീകൺസിലേഷൻ ചെയ്തല്ലോ. ഇനി പർച്ചേസ് ബുക്ക്, ഇതും വളരെ സിമ്പിളാണ്. പർച്ചേസ് ബുക്കിൽ ഇതാ നോക്കി, 2 പേരുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നോക്കാം. സൂര്യ ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്നും മായ ഏജൻസിൻ്റെ അടുത്ത് നിന്നും. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നോക്കി, ഡേറ്റ്, പർച്ചേസ്, നെയിം ഓഫ് സപ്ലയർ, എമൗണ്ട്. ഇതിനിപ്പോൾ സെയിൽസ് ബുക്ക് ആണെങ്കിൽ അല്ല, നെയിം ഓഫ് സപ്ലയർ മാറ്റിയിട്ട് നെയിം ഓഫ് കസ്റ്റമർ ആക്കാന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. പർച്ചേസ് റിട്ടേൺസ് ആണെങ്കിലും സെയിൽസ് റിട്ടേൺസ് ആണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യുന്നു. സോ ഒരൊറ്റ ചോദ്യം പഠിച്ചാൽ 4 എണ്ണം നിങ്ങൾക്ക് ഒറ്റയടിക്ക് പഠിച്ചു കഴിയും. സോ 2022 ജൂലൈ 1-ാം തീയതി അല്ലേ, 2022 ജൂലൈ 1-ാം തീയതി സൂര്യ ട്രേഡേഴ്സിൻ്റെ അടുത്ത് പർച്ചേസ് ചെയ്തു. 2022 ജൂലൈ 1 സൂര്യ ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇതിൽ അവർ ഇൻവോയ്സ് നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത്, ഇവിടെ ഒരു കോളം കൂടി ഇൻവോയ്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതായത് ബിൽ നമ്പറാണ്, വേറെ ഒന്നുമില്ല. ഇൻവോയ്സ് നമ്പർ, ബിൽ നമ്പർ എന്താണ് തന്നിരിക്കുന്നത്? ബിൽ നമ്പർ തന്നിരിക്കുന്നത് 1201. 1201 ബിൽ നമ്പർ. സോ സൂര്യ ട്രേഡേഴ്സ് ആണ്, സൂര്യ ട്രേഡേഴ്സ് എഴുതി. ഇനി സൂര്യ ട്രേഡേഴ്സിൻ്റെ അടുത്ത് എന്തൊക്കെ വാങ്ങിച്ചോ അത് അങ്ങനെ തന്നെ എഴുതാം. 20 ബോയ്സ് വാച്ച് വാങ്ങിച്ചു അല്ലേ. സോ 20 ബോയ്സ് വാച്ച് അറ്റ് 180. പിന്നെ അതേപോലെ 30 സൺഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട് അറ്റ് 240. ഓക്കെ, സോ അപ്പോൾ ഇതാ 20 × 180 ചെയ്യുക. 20 × 180 എത്ര കിട്ടും? 3600. ദെൻ 30 × 240 ചെയ്യാം. 30 × 240 അപ്പോൾ 7200. അപ്പോൾ ഇൻ ടോട്ടൽ എത്രയാണ് നമുക്ക് വരുന്നത്? 7200-ഉം 3600 കൂടി വരുമ്പോൾ 10800 ആണ് ടോട്ടൽ വന്നിരിക്കുന്നത്. തീർന്നില്ല, ഇവിടെ എന്തുണ്ട്? ലാസ്റ്റ് ട്രേഡ് ഡിസ്കൗണ്ട് 10%. 10% ട്രേഡ് ഡിസ്കൗണ്ട് കുറയ്ക്കണം. അപ്പോൾ എഴുതാം ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് 10%. 10% എന്ന് പറയുമ്പോൾ 10,800-ൻ്റെ 10%. 10,800 × 10 / 100 ചെയ്യുമ്പോൾ 1080 കിട്ടും. ആ 1080 എന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. ആ 1080 നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കണം. സോ 1080 കുറയ്ക്കുക. 10,800-ൽ നിന്ന് 1080 കുറച്ച് കഴിയുമ്പോൾ 9,720 കിട്ടും. സോ അതാണ് അവിടെ ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. സെയിം ഇതേപോലെ തന്നെയാണ് മായ ഏജൻസിയുടെ എഴുതേണ്ടത്. മായ ഏജൻസിയുടെ ബിൽ നമ്പർ എത്രയാണ്? 4843 അല്ലേ. സോ 4843, ഡേറ്റ് ജൂലൈ 12-ാം തീയതിയാണ്. 15 ലേഡീസ് വാച്ച് 200 രൂപയ്ക്ക്. അപ്പോൾ എഴുതാം 15 ലേഡീസ് വാച്ച് അറ്റ് 200-ഉം 10 സ്റ്റോപ്പ് വാച്ച് സെറ്റ് 120 ആണ്. ദെൻ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എഴുതാം. എത്രയാണ്? 15 × 200. 15 × 200 3000. പിന്നെ 10 × 120
എത്ര വരും? 1200. സോ ടോട്ടൽ 4200 വരുന്നത്. ഇവിടെ ട്രേഡ് ഡിസ്കൗണ്ട് 5% ഉണ്ട്. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് 5% നമ്മൾ കുറയ്ക്കണം. ലെറ്റ്സ് ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് 5%. സോ 4200 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എത്ര കിട്ടും? 210. 210 രൂപയാണ് വരുന്നത്. സോ 210 ഇതിൽ നിന്ന് കുറയ്ക്കുക. 4200 നിന്ന് 110 കുറച്ച് കഴിഞ്ഞാൽ 3990 കിട്ടും. അതാണ് ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. അതിനുശേഷം ഈ 2 കാര്യങ്ങൾ മാത്രമേ 3 വേറെ ഉണ്ടെങ്കിൽ അതും കൂടി എഴുതാം. അതിനുശേഷം നമ്മുടെ ഔട്ടർ കോളത്തിൽ മുഴുവൻ എമൗണ്ടുകളും ആഡ് ചെയ്യുക. അപ്പോൾ 3990യും 9720യും കൂടി ചേർത്തിട്ട് 13,710 ആണ് എന്ത് വരുന്നത്? ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മളൊരു പർച്ചേസ് ബുക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെ സെയിൽസ് ബുക്കും ചെയ്യാം, പർച്ചേസ് റിട്ടേൺസും സെയിൽസ് റിട്ടേൺസും എല്ലാം ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് നോക്കാം. ഇംപ്രസ്ഡ് എമൗണ്ട് 500. ആദ്യം ഒരു 500 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ എഴുതി വെച്ചേക്കാം. 2020 ജനുവരി 1-ാം തീയതി എമൗണ്ട് റിസീവ്ഡ്. അതിന് നമുക്ക് ബാലൻസ് ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം 500. എമൗണ്ട് റിസീവ്ഡ് കോളത്തിൽ എഴുതണം. ഫോർമാറ്റ് ഇതാണ്. എമൗണ്ട് റിസീവ്ഡ്, ഡേറ്റ് പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് പെയ്ഡ്. പിന്നെ നമുക്ക് ഈ തന്നിരിക്കുന്ന എക്സ്പെൻസസിനെ 5 ഹെഡിങ്ങിലേക്കാക്കി മാറ്റണം. അത് ഇഷ്ടമുള്ള രീതിയിലാക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ഇങ്ങനെ എഴുതുന്നതാണ്. ഒരെണ്ണം പ്രിൻറ്റിങ് വയ്ക്കുക, ഒരെണ്ണം പോസ്റ്റേജ് വയ്ക്കുക, ഒരെണ്ണം ട്രാവലിംഗ് വയ്ക്കുക. പിന്നെ 4-ാമത്തേത് ഇതിൽ നിന്ന് എടുത്ത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. പിന്നെ ഒരു മിസലേനിയസും വയ്ക്കാം. എല്ലാത്തിലും എമൗണ്ട് വരണമെന്നില്ല, പക്ഷെ 5 ഹെഡിങ് വരുന്നതാണ് അതിൻ്റെ ഒരു രീതി. മാക്സിമം അങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യുക? നമുക്ക് ഈ 1-ാം തീയതി മുതൽ 25-ാം തീയതി വരെ തന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആ ഡേറ്റ് അനുസരിച്ച് താഴേക്ക് എഴുതുക. അതാ 1-ാം തീയതി സ്റ്റേഷനറി 120. ദെൻ 3-ാം തീയതി ബസ് ഫെയർ 50. 7-ാം തീയതി കാർട്ടേജ് 70. 12-ാം തീയതി ടാക്സി ഫെയർ 100. 17-ാം തീയതി പോസ്റ്റേജ് 40. 20-ാം തീയതി പാഴ്സൽ 30. 25-ാം തീയതി കൊറിയർ ചാർജ് 40. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ എമൗണ്ട് പെയ്ഡിൽ നമ്മൾ ഇതൊക്കെ എഴുതി. അതിനുശേഷം പിന്നെ ഇത് ഏതിലൊക്കെ വരും ഒന്നും കൂടി എഴുതും. സ്റ്റേഷനറി ഏതിൽ വരും? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയിൽ വരും. അപ്പോൾ അത് എഴുതി 120. ബസ് ഫെയർ 50 ഏതിൽ വരും? ട്രാവലിംഗ് എക്സ്പെൻസിൽ വരും. ഒന്നും കൂടി 50 അവിടെ എഴുതി. കാർട്ടേജ് 70. ഇതാ ഇവിടെ കാർട്ടേജ് കോളത്തിൽ എഴുതി. ടാക്സി ഫെയർ 100 ട്രാവലിംഗ് എക്സ്പെൻസിൽ വരും. പോസ്റ്റേജ് 40 ഇവിടെ വരും. ദെൻ പാഴ്സൽ വരുന്നത് പോസ്റ്റേജ് തന്നെയാണ് 30. കൊറിയർ ചാർജ് 40 ഇവിടെ തന്നെ. അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മൾ ഈ 5 ഹെഡ് ആദ്യം ഒന്ന് ടോട്ടൽ ചെയ്തേക്കാം. വെറുതെ ഒന്ന് ടോട്ടൽ ചെയ്ത് എഴുതി വെച്ചാൽ മതി. ഇതാ 120. ഇതാണെങ്കിലോ 70 40 110. ഇത് 150. ഇത് 70. ഇവിടെ 0. ഇവിടെ ഒന്നുമില്ല. അത് ജസ്റ്റ് അങ്ങനെ ടോട്ടൽ ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ എമൗണ്ട് പെയ്ഡ് കോളത്തിൽ എഴുതിയത് മുഴുവൻ ടോട്ടൽ ചെയ്യാം. മുഴുവൻ ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ ഇത് മൊത്തം ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 450 കിട്ടും. ഓക്കെ. അതവിടെ നിൽക്കട്ടെ. നമ്മളപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ബാലൻസ് ചെയ്യുന്ന ഇവിടെ വരയ്ക്കാം. ഇവിടെ എമൗണ്ട് റിസീവ്ഡ് 500 കണ്ടോ? അതാണ് വലിയ എമൗണ്ട്. അപ്പോൾ 500 ഇവിടെ ടോട്ടൽ ചെയ്യുക 500. ആ 500-ൽ നിന്ന് ഈ എക്സ്പെൻസസ് എല്ലാം കൂടി കുറയ്ക്കുക. ഇതെല്ലാം കൂടി 450 രൂപ വരും. ആ 450 ആട്ടോ, 450 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഡിഫറൻസ് എത്ര കിട്ടും? ഡിഫറൻസ് കിട്ടുന്നത് 50 ആണ്. 50 എന്ന് പറയുന്നതാണ് എന്ത്? ആ മാസം 31-ാം തീയതി ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ. ഇത് ഇവിടെ ബാലൻസ് ബ്രോ ഡൗൺ ആയിരുന്നേ. ഇത് ബാലൻസ് ക്യാരി ഡൗൺ 50 രൂപ. ഇത്ര എഴുതി കഴിഞ്ഞാൽ പെറ്റി ക്യാഷ് ബുക്കും സെറ്റായി. അപ്പം നിങ്ങൾക്ക് വേണ്ട മുഴുവൻ പ്രോബ്ലവും നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് വീഡിയോ അവസാനം വരെ കണ്ട് 60-ൽ 60 അല്ല, നിങ്ങൾ ചോദ്യപേപ്പറിൽ 80 ആണ്, 80-ൽ 80 നിങ്ങൾ ആരൊക്കെ സ്കോർ ചെയ്യും എന്നുള്ളത് ഒന്ന് താഴെ പറയാം. കാരണം നിങ്ങൾക്ക് വേണ്ട മുഴുവൻ തിയറി, മുഴുവൻ പ്രോബ്ലം ഒന്നും ഇടാതെ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഫുൾ മാർക്ക് മേടിച്ചെടുക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ എത്ര പേര് നേടുന്ന ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ട് എത്ര പേർക്ക് പറയാൻ പറ്റും? 100% കോൺഫിഡൻസോട് കൂടിയിട്ട് എത്ര പേർക്ക് പറയാൻ പറ്റും? രാവിലെ മുതൽ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഈ വീഡിയോസ് കണ്ട് ഒരു ബ്രേക്ക് പോലും എടുക്കാതെ കണ്ട് നിങ്ങളുടെ ബാറ്ററി പെർസെൻറ്റേജ് എത്രയായി അതും കൂടി ഒന്ന് താഴെ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും A+ കിട്ടട്ടെ, എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ, ഡബിൾ പാസ് വേണ്ടവർക്ക് ഡബിൾ പാസിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടട്ടെ എന്നൊക്കെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇന്നത്തെ സൗണ്ട് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോസ് നാളെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നാളെ നോട്ടിഫിക്കേഷൻസ് വരാൻ ചാൻസ് കുറവാണ്. കാരണം ഇന്ന് ഒരുപാട് വീഡിയോസ് വന്നത് കൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചാനൽ പേജ് കയറി നോക്കാം കേട്ടോ. താങ്ക്